ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, അവധിയാണ് ഇവിടെ. അപ്പോൾ ആമിക്കാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സുരേഷനും കൂടെ മാത്രം ഒന്ന് ചെറിയൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു നോൺ കുക്കിംഗ് ഡേ ആണെന്ന് പറയാം. അധികം കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു, ആകെ ഉപ്പുമാവ് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയത്. പിന്നെ പപ്പടവും പഴം ഉണ്ടായിരുന്നു. ഈ പഴത്തിൻ്റെ മുകളിലുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ, ആ പടല എന്ന് പറയത്തില്ലേ, ആ ഭാഗത്ത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്താൽ പെട്ടെന്ന് പഴുത്ത് പോകത്തില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഏകദേശമൊക്കെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ നനച്ച് കൊടുക്കുന്ന ആ ഒരു പണി ഉണ്ടെന്നല്ലേ ഉള്ളു, അല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് പഴുത്തിട്ട് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയാലാത്ത അങ്ങനെ വരത്തില്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ കാനു ഗാർഡനിലെ അയ്യപ്പ ടെമ്പിളിലാണ്. അവിടെ പോയി അവിടുന്ന് പിന്നെ നേരെ കൊച്ചു ഗുരുവായൂർ പോയി. പക്ഷേ നമുക്ക് അമ്പലത്തിനകത്തുള്ള വ്യൂസൊന്നും ക്യാമറയൊന്നും അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ, ഇതെൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുത്തപ്പം ഷീമാട്ടിയിൽ നിന്ന് എടുത്തൊരു സാരിയാണ്. 18 വർഷത്തോളം ആയില്ലേ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ബ്ലൗസൊക്കെ ചീത്തയായി പോയായിരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ അധികം കൊടുത്തിട്ടേ ഇല്ല, ഒരു 3-4 പ്രാവശ്യം എങ്ങാണ്ട് ഇത്രയും നാളിനിടയ്ക്ക് അത് എടുത്തിട്ടുള്ളൂ. കാരണം ആ സാരി ഞാനങ്ങനെ വേറിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണിപ്പോൾ ഈ സാരി എടുത്തിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ നേരെ ഇസാ ടൗൺ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയി കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സിത്രയ്ക്ക് പോകും. അമ്മയ്ക്ക് ട്യൂഷനുണ്ട്, അവളൊരു 12:30 ആകുമ്പോഴത്തേക്കും ട്യൂഷന് വിട്ടിട്ട് അവൾ തന്നെ പൊയ്ക്കോളൂ. അതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങുമായിരിക്കും. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്തെ ഒരാൾ ചാടി വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ അവളുമായിട്ട് ഷോപ്പിൽ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ നേരെ സിത്രയ്ക്ക് പോയത്. ഒരു തുമ്പി ഇരിക്കുന്ന അവിടെ മാമി കണ്ടുപിടിച്ചതാണ്. ബായ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഉപ്പുമാവൊക്കെ കഴിച്ചു. പിന്നെ ആമിയായിട്ടൊന്ന് കടയിലൊന്ന് പോയിട്ട് നേരെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ സുരേഷേട്ടനും കൂടെ ഇപ്പോൾ ഒരു ചെറിയ ഔട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബഹ്റൈനിൽ സിത്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. ചിലപ്പോൾ അവിടെ കൂടെ കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുള്ളൂ. ഇതെൻ്റെ ഫ്രണ്ട് വിദ്യയാണ്. വിദ്യയുടെ ചാനലിൻ്റെ പേര് ഡ്രീംസ് ആൻഡ് ലൈറ്റ് ഫാമിലി എന്നാണ്. ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഇട്ടേക്കാം, നിങ്ങളൊന്ന് സബ് ചെയ്യണേ. പിന്നെ അതുപോലെ വിദ്യ ഒരു മൈക്രോബയോളജിസ്റ്റാണ്. അപ്പം ഞങ്ങൾ സെയിം ഫീൽഡിലൊക്കെ ആയിരുന്നത് കൊണ്ടും പിന്നെ വിദ്യയുടെ മോനും എൻ്റെ മോളും കൂടെ ഒരുമിച്ച് പഠിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കൂട്ടാണ്. കഴിഞ്ഞിടെ ഞങ്ങൾ സംസാരിച്ചപ്പോഴേ എൻ്റെ വെയിറ്റ് 47 കിലോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസം വന്നിട്ടില്ലേ. ഞാൻ ചെന്ന ഉടനെ ഒരു വെയിറ്റ് മെഷീൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ കറക്റ്റ് 47.15. അപ്പോൾ ഞാനെങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കുറച്ചതെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഒരു മിനിറ്റ്. നേരെ നോക്ക്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഓൺലൈൻ ടെമു ഷോപ്പിങ്ങിൽ നിന്ന് വാങ്ങിച്ച കൂളിംഗ് ഗ്ലാസ് ആണ്. എനിക്ക് ഗ്ലാസ് വെക്കുന്ന അത്ര ഇഷ്ടമൊന്നുമില്ല, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് വയ്ക്കാറുള്ളൂ. ഇതിന് എന്നാ സുരേഷ ഈ ടെൻഷൻ പാർക്ക് എന്ന് പറയുന്നത്? ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നോടെ ടെൻഷൻ മാറ്റി പോകും. ആണ്. ഇപ്പോൾ ടെൻഷൻ ഉള്ളപ്പോൾ ഇങ്ങോട്ട് വന്നേച്ചാൽ മതിയല്ലേ. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾനെസ് ആയി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുരേഷിനും പറഞ്ഞായിരുന്നു ഉച്ചക്കത്തേക്കൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് ഇന്ന് ഹൈദരാബാദി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയൊരു ഹോട്ടലാണ്. നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ഹോട്ടലുള്ളത്, മനാമയിൽ. അപ്പോൾ അവിടെ പോയി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ഒരു സ്പൈസിയും ഒരു അല്ലാത്ത നോർമലായിട്ടുള്ള ഒരെണ്ണം കൂടെയാണ് ഓർഡർ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഈ പച്ച കളറിൽ ഇത് ഞാൻ ആദ്യമായിട്ട് കാണും. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ പാലക്കിൻ്റെ പക്കോടയാന്ന് പറഞ്ഞു. പാലക്കിൻ്റെ ലീഫ് ഉണ്ടല്ലോ അത് വെച്ചുണ്ടാക്കുന്ന പക്കോട. നമ്മുടെ അവിടെ ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കുന്നു, ഇവർ പാലക്ക് ചേർത്തുണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വാങ്ങിച്ച് നോക്കി. പക്ഷേ വിചാരിച്ച അത്ര ടേസ്റ്റൊന്നും എനിക്കത്ര അങ്ങോട്ട് തോന്നിയില്ല. ഇനി ഓരോരുത്തർക്കും ഓരോ രുചിയല്ലേ, എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ വാങ്ങിച്ചതല്ലേ കളയണ്ടല്ലോ, കഴിച്ചേക്കാതെ കരുതി അങ്ങ് കഴിച്ചതാണ്. പക്ഷേ ആമിയൊന്നും അങ്ങനെയൊന്നും കഴിച്ചൊന്നുമില്ല. നമ്മൾ ബിരിയാണി എന്തോ ആണെങ്കിലും നല്ല കിടിലനായിരുന്നു കേട്ടോ. സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിരുന്നു. നമുക്ക് നോർമലായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല എരിവായിരുന്നു.
അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി കഴിക്കാനായിട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഗ്രേവി ഉണ്ട്, പിന്നെ എന്തുവാണ് കപ്പലണ്ടിയൊക്കെ ചേർന്നൊരു ചട്നി ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു. ആ ഗ്രേവിക്കകത്ത് കപ്പലണ്ടിയൊക്കെയാണ്. നമ്മളോർത്ത് ചിക്കൻ്റെ വല്ല ഗ്രേവി ആയിരിക്കും എന്നും കരുതിയാണ് എടുത്തത്, പക്ഷേ അതിനകത്ത് കപ്പലണ്ടിയായിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നത്. ഞങ്ങളെപ്പോഴും 2 ബിരിയാണിയെ വാങ്ങിക്കത്തുള്ളൂ, ഞങ്ങൾക്ക് 3 പേർ കൂടെ 2 എണ്ണം മതിയാവും, കാരണം അത്രയും ക്വാണ്ടിറ്റി കഴിച്ച് തീർക്കത്തില്ല. എന്നിട്ടും കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, കാരണം സ്പൈസി അത്രയ്ക്ക് ഭയങ്കര എരിവായിരുന്നു കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് അത്ര എരിവായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിയിൽ അത്രയും വേവത്തില്ല റൈസ്. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്, നമ്മുടെ അവിടെ ബിരിയാണി ഉണ്ടാക്കിയാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും, പക്ഷേ ഇതങ്ങനെയല്ല, നമ്മുടെ ബിരിയാണിയുടെ അത്രയും റൈസ് വേവത്തില്ലായിരിക്കും. പക്ഷേ നല്ലൊരു സ്മെല്ലും, ആ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലുമായിരുന്നു, ടേസ്റ്റും അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ 2 ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു ഓർഡർ ചെയ്തത്. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുറേ മിച്ചം വന്ന് വൈകിട്ടത്തേക്കാണ് ബാക്കി എടുത്തത്. ഇതോടുകൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി മേലെ ഹൈദരാബാദി ബിരിയാണി സ്പൈസി ആയിട്ടുള്ളത് മേടിക്കത്തില്ല എന്ന്, കാരണം അത്രയ്ക്ക് എരിവായിരുന്നു കേട്ടോ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ പിന്നെ ആമിക്കുട്ടിയായിട്ടൊന്ന് പുറത്ത് പോയി. ഇപ്പോൾ പോകുന്നത് ആലിയിലെ ലുലുവിലേക്കാണ്. അവിടുന്ന് കുറച്ച് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എടുക്കാമെന്നൊക്കെ കരുതിയൊക്കെയാണ് ഇറങ്ങിയത്. ആമിയുടെ ബർത്ത്ഡേ വരുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ പോയി അത് കഴിഞ്ഞ് നേരെ മാക്സി പോയി. ആമിക്ക് എപ്പോഴും മനാമയിലെ മാക്സി പോയാലേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടത്തുള്ളൂ. അതും കഴിഞ്ഞിട്ട് പിന്നെ റെഡ് ടാഗിലും 24ലും കയറിയിട്ടും ആമിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മളിപ്പം ടെമുവിൽ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബർത്ത്ഡേ ആയിട്ടും അത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ അത് കിട്ടത്തുള്ളൂ. എന്തുവാണെങ്കിലും ഒരു കറക്കം നടത്തിയിട്ടാണ് തിരിച്ചു പോരുന്നത്. പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടും ഒക്കെ പുറത്തൊക്കെ നടക്കാനായിട്ടൊരു സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയാൽ മതി, അതൊരു പ്രത്യേക സന്തോഷമാണ്. എല്ലാം ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണണം, പോരണം, അത്രയേ ഉള്ളൂ. കാശൊന്നും ചിലവാകത്തില്ല. ഈ ഒരു ഡ്രസ്സ് കണ്ടോ, ഇതിൻ്റെ വില ഏതാണ്ട് 160 അത്ര എങ്ങാണ്ട് ദിനാറാണ്. ഇതൊക്കെ എന്തോ വല്ല വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ആയിരിക്കും, നമ്മൾ നോർമലായിട്ടുള്ള ഫംഗ്ഷനൊന്നും അതൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും മനാമയിലെത്തി. അവിടെയും കയറി കുറേ നേരം അവിടെ കറങ്ങി, റെഡ് ടാഗിൽ പോയി, മാക്സി പോയി, 24ൽ പോയി, എല്ലാം വേസ്റ്റായി. ഇങ്ങനെ കറങ്ങി നടന്നു, അത് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ഫാഷനൊക്കെ ഇല്ലേ, അവർക്ക് പലതരത്തിലുള്ളതൊക്കെ ആയിരിക്കും. അവസാനം പിന്നെ നമ്മൾ വീട്ടിലെത്തി. വൈകിട്ടത്തെ ഫുഡും ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല, നമ്മൾ ചിക്കനും പൊറോട്ടയും ഇത്രയും വാങ്ങിച്ചു തന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉള്ളു കേട്ടോ, എല്ലാ ദിവസമൊന്നും നമ്മൾ പുറത്തെ ഫുഡൊന്നും കഴിക്കത്തുമില്ല. അതിനാർക്കും അത്ര ഇഷ്ടവും. സമയം കിട്ടാത്ത ദിവസങ്ങളിൽ മാത്രമേ നമ്മളിങ്ങനെ കൂടുതലും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. അവിടെ സുരേഷിനും അത്ര താല്പര്യമൊന്നുമില്ല പുറത്തെ ഫുഡ് അധികം കഴിക്കുന്നതിന്. പിന്നെ നമുക്ക് ചെയ്യാൻ സമയമില്ലാത്തപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെ ചിക്കൻ ഫ്രൈ ഇപ്പോൾ സൽമാനിയിൽ കിട്ടും കേട്ടോ. നാട്ടിൽ ഈ തട്ടുകടയിലെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.